നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ഒരാളെ അയാൾ അറിയാതെ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തുന്നതിൻ്റെ അസ്വാഭാവികതയെക്കുറിച്ചാണ് ഇന്നത്തെ ശുഭദിനം ചർച്ച ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുറ്റത്തിറങ്ങിയപ്പോഴാണ് തൻ്റെ പൂന്തോട്ടത്തിൽ വെച്ചിരുന്ന കോടാലി കാണാതായ വിവരം അയാൾ തിരിച്ചറിഞ്ഞത്. അടുത്ത വീട്ടിലെ കുട്ടി തലേ ദിവസം അവിടെ കളിച്ചിരുന്നത് അയാൾ ഓർത്തു. അവൻ തൻ്റെ കോടാലി എടുത്തിരിക്കുമെന്ന നിഗമനത്തിൽ അയാൾ എത്തി. അപ്പോൾ മുതൽ അയാൾക്ക് അവനെ സംശയമായി. അയാൾ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ്റെ നോട്ടത്തിൽ കള്ളലക്ഷണമുണ്ട്. സംസാരത്തിലും ശരീരഭാഷയിലും അവൻ കള്ളൻ തന്നെയാണ്. എങ്കിലും നേരിട്ട് ചോദിച്ചില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീടിൻ്റെ പിൻവശത്തു നിന്നും അയാൾക്ക് കോടാലി കിട്ടി. അപ്പോൾ മുതൽ അയൽവീട്ടിലെ കുട്ടിയുടെ കള്ളൻ്റെ രൂപവും ഭാവവും നഷ്ടമായി. സ്വന്തം വ്യാഖ്യാനങ്ങളുടെ ഭ്രമണപഥത്തിൽ നിന്ന് അപരൻ്റെ ജീവിതത്തെ വിധിക്കുന്നത് അവൻ്റെ അന്തസ്സിനോടുള്ള അവഹേളനമാണ്. എന്താണോ വിശ്വസിക്കാൻ ഇഷ്ടം അതാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്ത് ചിന്തിച്ച് സമാധാനിക്കാനാണോ ആഗ്രഹിക്കുന്നത് അങ്ങോട്ടാണ് ചിന്തകൾ സഞ്ചരിക്കുന്നത്. ഒരാളെ അയാളറിയാതെ ആരോപണങ്ങളുടെ സംശയദൃഷ്ടിയിൽ നിർത്തുന്നതിനേക്കാൾ ഭേദം അയാളെ വധിക്കുന്നതാണ്. സംശയിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് മാന്യതയോടെ ജീവിക്കാനുള്ള അയാളുടെ അവകാശം. മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ഇതൊന്ന് നമുക്ക് മനസ്സിൽ ഓർത്തുവയ്ക്കാം. ശുഭദിനം.